ഇവിടെ കടന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാര്, അള്ളാഹു നമുക്ക് ദാരിദ്ര്യം തന്നുകൊണ്ട് പരീക്ഷിക്കുന്ന എന്തിനെന്നറിയോ? പട്ടിണി കിടന്നിട്ട് മരിച്ചു പോകട്ടെ, പട്ടിണി കിടന്നിട്ട് മക്കള് മരിച്ചു പോകട്ടെ, പട്ടിണി കിടന്നിട്ട് നമ്മൾ മരിച്ചു പോകട്ടെ, പട്ടിണി കിടന്നിട്ട് ഭാര്യ മരിച്ചു പോകട്ടെ. അള്ളാഹുവേ, കൊള്ള പലിശ കൊടുക്കുന്നവന്റെ മുമ്പിലേക്കൊന്ന് കടന്നു പോയിട്ട്, എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട ബാപ്പ നിങ്ങളുടെ വീടും പറമ്പും അവിടെ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ ജീവിതം പോലും ആ മനുഷ്യന്റെ കാൽക്കൽ വെച്ച് കൊടുക്കുന്നത് എന്തിനാ? അതിനേക്കാൾ അന്തസ്സായിട്ട് പട്ടിണി കിടന്ന് മരിക്കുന്നതാ നമുക്ക് നല്ലത്. ഒരിക്കൽ പോലും പ്രിയപ്പെട്ട പൊന്നമക്കളുടെ ഉദരത്തിലേക്ക് ഹറാമിയത്തിന്റെ ഒരു മുതൽ കൊടുക്കല്ലേ സ്വഹാബാ. അങ്ങനെ വന്നു പോയാൽ ആ മക്കൾക്ക് അല്ലാഹു രോഗം കൊടുക്കുന്നതാണ്. അപ്പോഴാ പ്രിയപ്പെട്ട സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു പോവുകയാണ്, പുണ്യ നബിയേ, അറിയാതെ ചെയ്തു പോയിട്ട് ഇനി എന്താ ചെയ്യുക? അപ്പോഴാണ് മദീനത്തിന്റെ രാജകുമാർ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബോ, അല്ലാഹുവിലേക്കൊന്ന് തൗബ ചെയ്യല. ഇന്നിവിടന്ന് നമ്മൾ സദസ്സൊന്ന് പിരിയുമ്പോ, അല്ലാഹുവേ, ഇന്ന് ഉച്ച സമയം വരെ, ഇന്നിവിടത്തേക്കൊന്ന് കടന്നു വരുന്ന സമയം വരെ പലിശയുമായി ബന്ധപ്പെട്ടു അല്ലോ, ഇനി എന്റെ മക്കളുടെ ഉദരത്തിലേക്ക് ഒരു പൈസ പോലും കൊടുക്കില്ല അല്ലോ. ഒരുപാട് നമ്മൾ സാമ്പത്തികമായിട്ട് അവിടെ നിന്നെടുത്തത് മക്കളുടെ പഠനത്തിന് വേണ്ടിയാണ്, മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും മക്കൾ പറയണത് മുഴുവനും നമ്മൾ ചെയ്തു. എന്നാൽ അതിന് ഈ ഒരു പലിശയുടെ വഴിയിലൂടെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്ന് ചേരുമെന്ന് പഠിപ്പിച്ചത് ലോകത്തിൻ്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ പറഞ്ഞിൽ മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പുന്നാരുപ്പമാരോട് ഉമ്മമാരോട് പറയാ, അറിയാതെ പെട്ടുപോയിട്ടുണ്ട്, ഇല്ല എന്നല്ല, അറിയാതെ പെട്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് വെക്കാനല്ല, പടച്ചോനെ നമുക്ക് മരിക്കണ്ടേ, ഈ ദുനിയാവിൻ്റെ പുറത്തൊന്നും മരിച്ചു പോകണ്ടേ, ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നാൽ മതി. എന്തിനാ എപ്പോഴാ മരിക്കണമെന്നറിയില്ല. അവിടെ പോയാൽ ആ പച്ച മണ്ണിൻ്റെ ഉള്ളിലേക്കൊന്ന് പെട്ടുപോയാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അവിടെ രാവും പകലും അല്ലാഹ് ഒരുപോലെ തീ കൊണ്ട് നിറക്കൊല്ല റബ്ബേ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, ഞാനിത് പറയുമ്പോൾ എന്നോട് നിങ്ങൾക്കൊരു വെറുപ്പ് വരൂല. പടച്ച റബ്ബ് നമുക്ക് നല്ല അള്ളാഹു നമുക്ക് നല്ല ഹലാലായ വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിലേക്കൊന്ന് പശ്ചാത്തപിച്ചോളൂ. അറിയാതെ പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹിലേക്കൊന്ന് കരയും, ഒന്ന് കരഞ്ഞിട്ട് വല്ലാതല്ല. അള്ളാഹിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനല്ലേ നമ്മളിവിടെ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ വാക്കല്ലേ, നമ്മുടെ മനസ്സെന്ന് അലിയട്ടെ. കല്ല് കരഞ്ഞു. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ എന്താ പറഞ്ഞ, കല്ലിനേക്കാൾ മനുഷ്യന്മാരുടെ ഹൃദയം കല്ലായിപ്പോയെന്നല്ലേ. അവരുടെ ഹൃദയം വല്ലാതെ അങ്ങോട്ട് അധപ്പതനത്തിൻ്റെ കെടാവിളക്കിൽ പാറക്കല്ല് പോലായിപ്പോയെന്ന് ഖുർആൻ പറയുമ്പോൾ അങ്ങനെ ആകരുത് നമ്മുടെ മനസ്സ്. അള്ളാഹ് പടച്ചോനെ ചെയ്തു പോയി, നീ എനിക്ക് മാപ്പ് തരണമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്തി ഇന്ന് സദസ്സു പിരിയുമ്പോൾ ഈ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരുപ്പമാരൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ റബ്ബിനോടൊന്ന് മനസ്സ് പൊട്ടി ആമീൻ പറഞ്ഞാൽ മതി, നമ്മൾ രക്ഷപ്പെട്ടു. പടച്ച റബ്ബേ, അറിയാതെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ പടച്ചോനെ. മനസ്സറിഞ്ഞ് പറഞ്ഞ് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. എത്ര ബുദ്ധിമുട്ട് വന്നാലും അതിൻ്റെ പിന്നിലൂടെ കടന്നു പോകാൻ പാടില്ല. പട്ടിണി കിടന്ന് മരിച്ചോട്ടെ, വിഷയമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു, ഒന്നുറക്കെ പറയും, ബഹുമാനപ്പെട്ട ആസിം, ആ മഹാനുഭാവന്റെ ഖിറാഅത്താണ് ഇന്ന് കോടിക്കണക്കിന് ആളുകൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ആസിം റളിയല്ലാഹു അൻഹുവിന് വല്ലാത്തൊരു ദാരിദ്ര്യം വന്നു, വല്ലാത്തൊരു നൊമ്പരം, വല്ലാത്തൊരു പ്രയാസം വന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല. വീട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു മഹാനുഭാവനല്ലേ, അദ്ദേഹം നമുക്കത് അവിടെ നിന്ന് മനഃപൂർവ്വ സന്തോഷത്തോടു കൂടി എഴുതി തന്ന ആ ഒരു ഖുർആൻ്റെ ആശയം നമ്മളിന്നിപ്പോൾ ഓതാൻ. പടച്ച റബ്ബ് അവരുടെ ബറക്കത്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ബറക്കത്ത് ചൊരിഞ്ഞു തരട്ടെ. ഞാൻ നിങ്ങൾക്കൊരു ദുആ പഠിപ്പിച്ചു തരാം. ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു ദുആ ചെയ്ത ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാൽ ഇന്ന് മുതൽ നിങ്ങൾ അങ്ങനെ ദുആ ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകും. പറയട്ടെ, നിങ്ങൾ പറയും, പറയട്ടെ ഇൻഷാ അല്ലാഹ്.
ഞാൻ ഇന്ന് മുതൽ ഒന്നുകിൽ എൻ്റെ മൊബൈലുള്ളവരൊക്കെ ഒന്ന് ഓണാക്കി വെച്ചോളി. ഇൻഷാ അല്ലാഹ് ഈ ദുആ അവിടെ വെച്ച് പറയുമ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്തോളി. ഞാൻ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് എങ്ങനെയെങ്കിലും എനിക്ക് ഓതാൻ പറ്റി എന്നെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നത് ഒന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒന്ന് കൈവയ്ക്കിയാൽ മതി. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആസിം റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത നൊമ്പരം, ദാരിദ്ര്യം മഴുകയാണ്. ആസിം റളിയല്ലാഹു അൻഹു വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരികയാ. ഇറങ്ങി വന്നിട്ട് പടച്ച റബ്ബേ, അല്ലാഹുവിൻ്റെ പ്രവിശാലമായി കിടക്കുന്ന മരുഭൂമിയുണ്ടല്ലോ, ആ മരുഭൂമിയിലേക്കൊന്ന് കടന്ന് വന്നുകൊണ്ട് വുളൂ എടുക്കുകയാണ്. വുളൂ എടുത്തുകൊണ്ട് പടച്ച റബ്ബിലേക്കൊന്ന് നിസ്കാരത്തിലേക്കൊന്ന് കടന്നു വരികയാ. സ്വല്ലല്ലാഹി മാഷാ, ഒരുപാട് നിസ്കരിക്കുകയാണ്. ഒരുപാട് ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. അവിടന്ന് പടച്ച റബ്ബേ സുജൂദിലേക്ക് വീണുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് മണലിലേക്കൊന്ന് തലവെക്കുകയാ. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ പറഞ്ഞു, പ്രിയപ്പെട്ട ആസിമേ, നിനക്കെന്ത് പ്രയാസം വരട്ടെ, നിനക്കെന്ത് നൊമ്പരം വരട്ടെ, നിനക്കെന്ത് കഷ്ടപ്പാട് വരട്ടെ, എന്നെ വന്ന് വിളിച്ചാൽ മതിയല്ലോ, എന്നെ വന്ന് വിളിച്ചാൽ മതിയല്ലോ. നിന്റെ പ്രയാസങ്ങൾ കാണാൻ ഞാനുണ്ട്, നിന്നെ സഹായിക്കാൻ ഞാനുണ്ടെന്നവിടന്ന് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറയുമ്പോ, അവിടെ നാസിർ റളിയല്ലാഹു അൻഹുവിന് വേണമെങ്കിൽ കൂട്ടുകാരനോട് ചെന്നുകൊണ്ട് സഹായം ചോദിക്കാ, പക്ഷേ ചെയ്തില്ലല്ലോ. ആസിം റളിയല്ലാഹു തആല അൻഹു ഓടി വന്നുകൊണ്ട് ഒളിവെടുത്തുകൊണ്ട് മണലിലേക്ക് വീഴുകയാണ്. സുജൂദിലേക്ക് വീഴുന്നു. ആ മണലിലേക്കൊന്ന് കവിൾ തടം വെച്ചുകൊണ്ട് അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. യാ മുസബ്ബിബൽ അസ്ബാബ്, യാ മുഫത്തിഹൽ അസ്വാബ്, വയാ സാമിഅൽ അസ്വാത്, യാ മുജീബദ് ദഅവാ, യാ قاضي الحاجة اكفني بحلالك عن حرامك واغنني بفضلك عمن سواك. ചെറിയൊരു ദുആയാണ്. വല്ലാത്ത കാഠിന്യത വന്ന് കടന്നു വന്നപ്പോ, വല്ലാത്ത പ്രയാസം കടന്നു വന്നപ്പോ ആസിം റളിയല്ലാഹു അൻഹു റബ്ബിനോട് പറഞ്ഞു പോവുകയാണ്, യാ മുസബ്ബിബൽ അസ്ബാബ്, അല്ലാഹു എന്ത് കാരണങ്ങൾ തരുന്നു, ആ ഒരു കാരണങ്ങളിലൂടെ കാരണങ്ങൾ വെച്ചുകൊണ്ട് ജീവിതത്തിന് പരിഹാരം തരുന്ന അല്ലാഹുവേ, എന്റെ പ്രയാസങ്ങൾ മാറ്റുന്ന വയാ സാമിഅൽ അസ്വാത്, മനസ്സ് പൊട്ടിയിട്ട് ഈ ദുആ ചെയ്യുമ്പോ എന്റെ ദുആയെ കേൾക്കുന്ന യാ മുജീബദ് ദഅവാ, അല്ലാഹുവേ, മനസ്സ് പൊട്ടിയിട്ട് ദുആ ചെയ്തു പോയാൽ ആ ഒരു ദുആക്ക് ഉത്തരം തരുന്ന യാ ഖാളിയൽ ഹാജ, ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്ന പ്രയാസങ്ങൾ വരട്ടെ, കടങ്ങൾ കൊണ്ട് വലയുന്നവരാകട്ടെ, മക്കളെ കെട്ടിക്കാൻ നിവർത്തിയില്ലാതെ കരയുന്നവരാകട്ടെ, ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫളിക അമ്മൻ സിവാ. പടച്ച റബ്ബേ, ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. പടച്ച റബ്ബേ, ഹറാമിലൂടെ കടന്നു പോകുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, നീ എനിക്ക് നിഅമത്തായി തരുന്ന നിന്റെ പരിശുദ്ധமான സമ്പാദ്യമുണ്ടല്ലോ, ഹലാലായ മുതലുണ്ടല്ലോ, അതിൽ നിന്ന് എനിക്ക് തരണേ അല്ലാ. മറ്റൊരുത്തന്റെ മുമ്പിൽ ചെന്നിട്ട് കൈ നീട്ടിയിട്ട് യാചിക്കുന്ന ഒരു ഗതികേട് തരല്ലേ അല്ലാ. ഒന്നുകൂടെ വന്ന് കേട്ടോ,
അവിടുന്ന് ബഹുമാനപ്പെട്ട ആസിം തങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്യുകയാണ്. യാ മുസബ്ബിബൽ അസ്ബാബ് യാ മുഫത്തിഹൽ അസ്വാബ് വയാ സാമിഅൽ അസ്വാത് യാ മുജീബദ് ദഅവാ യാ ഖാളിയൽ ഹാജാ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാ. ഇതിങ്ങനെ ഓതിയിട്ട് മഹാനുഭാവനൊന്നറിയാതെ വന്ന് ഉറങ്ങിപ്പോവുകയാണ്. ദാരിദ്ര്യം സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, അവിടന്ന് വീണ്ടും നിസ്കാരത്തിലേക്കൊന്ന് കടന്നു വരികയാ. ഇതേ ദുആ അവിടന്ന് ചൊല്ലി, അവിടന്ന് ചൊല്ലിയിട്ട് അവിടന്ന് വലത്തോട്ട് സലാം വീട്ടുകയാണ്, ഇടത്തോട്ടും സലാം വീട്ടുകയാണ്. അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അതാ ഒരു പ്രാവ് പറന്നു വരികയാണ്. ആ പ്രാവ് പറന്നു വന്നിട്ട് ഒരു പുതിയതാ മഹാനുഭാവന്റെ മുമ്പിലേക്കും ഇട്ടുകൊടുക്കുകയാണ്. അല്ലാ അല്ലാ, ആ ഒരു പുതിയവിടന്ന് ബഹുമാനപ്പെട്ടവരവിടന്ന് നോക്കുകയാണ്. ഫൈദാ ഫീഹി സമാനൂന ദീനാറോ. അപ്പോഴാണ് ആ ഒരു പൊതിയുടെ ഉള്ളില് 80 ദീനാർ അവിടന്ന് കാണുന്നത്. എവിടെന്നാ ഇത് കിട്ടിയതെന്നറിയോ? ഒരാളുടെ മുമ്പിലും കൈനീട്ടുന്ന ഒരവസ്ഥ വന്നിട്ടില്ല. പടച്ച റബ്ബിനോട് മനസ്സുരുവിയിട്ടെന്ന് ദുആ ചെയ്താൽ മക്കളെ വളർത്താൻ മറ്റുള്ളവന്റെ മുമ്പിൽ പോയിട്ട് അവിടന്ന് കൈനീട്ടേണ്ട വരില്ല. മക്കളെ കെട്ടിക്കാർ മറ്റുള്ളവന്റെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കേണ്ടുന്നൊരവസ്ഥ വരില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ ദുആ ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ടെന്ന് ദുആ ചെയ്തു പോയാൽ ആസിം റളിയല്ലാഹു അൻഹുവിനെ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹു സഹായിച്ചല്ലോ. ഇതുപോലെ അല്ലാഹു നമ്മളെയും സഹായിക്കുമല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, എന്ത് പ്രയാസം വരട്ടെ, എന്ത് പരീക്ഷണം വരട്ടെ, എന്ത് നൊമ്പരം വരട്ടെ, നിറഞ്ഞ മനസ്സോടെ ചൊല്ലോ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കം നാമീമ്പർ അതിനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. എൻ്റെ ഇരിക്കുന്ന ആണുങ്ങൾ മാത്രം ഒരു സെക്കൻഡ് എഴുന്നേറ്റ് എൻ്റെ ഉപ്പമാരൊക്കെ ബുദ്ധിമുട്ടില്ലെങ്കിൽ കിട്ടിയ അവസരം ഒന്നും പറഞ്ഞിട്ട് മുങ്ങരുത്. ഒരു സെക്കൻഡ് നമുക്ക് ഉറക്കൊന്ന് ചെല്ലാം. നമുക്ക് എല്ലാവർക്കും ഈ ഒരു ദുആ ഉപ്പമാരെന്ന് ഉറക്കെ ചൊല്ലിക്കോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉറക്കെ ചൊല്ലിയാം. നമ്മളിപ്പോൾ ഒരു ചിന്താവാക്ക് വിളിച്ച് എത്ര സൗണ്ട് ഉണ്ടാവും നമുക്ക് അല്ലേ? നമുക്കൊന്ന് ചൊല്ലിക്കുക. അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ നമ്മുടെ പ്രയാസങ്ങൾ. ഇതോടെ അല്ലാത്ത ഇത്രയും ആളുകളുണ്ട്, ഉമ്മമാരും എഴുന്നേക്കേണ്ട ഇത്രയും ആളുകളുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം. ഇപ്പം 40 കൊല്ലം ഒരുപാട് ആളുണ്ടല്ലോ. അതുകൊണ്ട് ഉറക്കൊന്ന് ചൊല്ലിക്കോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ മുസബ്ബിബൽ അസ്ബാബ് യാ മുഫത്തിഹൽ അസ്വാബ് വയാ സാമിഅൽ അസ്വാത്ത് യാ മുജീബദ് ദഅവാത് യാ ഖാളിയൽ ഹാജാത് ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക ഫഅഗ്നിനി ബിഫളിലിക അമ്മൻ സിവാക്. ഇരിക്കും. അല്ലാഹുവേ, ഇരുന്നോളി. അള്ളാഹു ഇതിൻ്റെ പവർ കൊണ്ട് പടച്ചോൻ ഈ സദസ്സിൽ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ടെങ്കിൽ പടച്ചോനെ കടങ്ങൾ വീടാനുള്ള ഹലാലായ വഴി നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ദാരിദ്ര്യത്തിൻ്റെ ചുവളിൽ കഴിയുന്ന ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം റബ്ബേ. പടച്ചോനെ, അത് മാറാനായി ഞങ്ങളിത് ചൊല്ലിയതാൻ. അള്ളാഹു നിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഈ ലോകത്ത് സന്തോഷകരമായിട്ട് വരച്ച് കാണിച്ചു കൊടുത്ത ആസിം റളിയല്ലാഹു അൻഹു നിന്നോട് ചൊല്ലിയിട്ട് ദുആ ചെയ്തപ്പോൾ റബ്ബേ, നീ അവിടെ ഒന്ന് പരിഹാരം കൊടുത്തെങ്കിൽ ഈ കൂട്ടത്തിൽ മക്കളെ കെട്ടിക്കാൻ സമയമായിട്ട് അള്ളാഹു ഒരു നിവർത്തിയില്ലാതെ കഴിയുന്നവരുണ്ട് റബ്ബേ. അതിനുള്ള പരിഹാരം നീ കൊടുക്കണേ പടച്ചോനെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നിങ്ങളൊന്ന് എഴുതിയെടുത്തിട്ട്, ചെറുതല്ലേ, ഒന്ന് എഴുതിയെടുത്തിട്ട് നിങ്ങൾ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് ഒന്ന് ഉറക്കെ പറയും, ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ സംഘാടകർ ഒരു ചെറിയൊരു ബക്കറ്റും കൊടുത്ത് അങ്ങോട്ട് വിടും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇത് പറയുമ്പോഴാണ് ചില സ്ഥലങ്ങളിൽ ആളുകൾ പതുക്കെ ആളിയാ മൊബൈൽ എടുക്കുമെന്ന് പറഞ്ഞിട്ട് പോകണത്. ഇവിടെ അങ്ങനൊന്നും ഇല്ല. 1 മണിക്കൂർ എത്ര പെട്ടെന്ന് റബ്ബേ പോയത്. ഇനി നമുക്ക് വളരെ മർമ്മപ്രധാനമായൊരു വിഷയം ചർച്ച ചെയ്യാനുണ്ട്. നിങ്ങളുടെ കണ്ണ് നിറയുന്നൊരു വിഷയം ഞാൻ ഇൻഷാ അല്ലാഹ് ഇവിടെ പറഞ്ഞു തരും. പടച്ച റബ്ബ് നമ്മുടെ കണ്ണീരിന് വില ഉണ്ടാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കണ്ണീരിന് വില ഉണ്ടാക്കി തരട്ടെ. അതുകൊണ്ട് നമ്മുടെ സംഘാടകർ പെട്ടെന്നൊരു ബക്കറ്റുമായിട്ട് കടന്നു വരണം. പടച്ച റബ്ബേ, അതിനകത്ത് ആരൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് ഹദിയ ചെയ്യുന്നു റബ്ബേ നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാവരും ഉറക്കെ ചൊല്ലിക്കോ. ലാ ഇലാഹ
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കരുണക്കടലായ അല്ലാഹുവേ, ഈ ബക്കറ്റിനകത്തേക്ക് പടച്ച റബ്ബേ നിന്റെ പള്ളി പരിപാലനത്തിന് വേണ്ടിയാണ് അല്ലാഹുവേ അതിനകത്തേക്ക് നിറഞ്ഞ മനസ്സോടെ ഹദിയ ചെയ്യുന്നവരാരാ? അല്ലാഹുവേ അവരുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണം അല്ലാഹുവേ. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമുക്ക് മടുപ്പായിട്ടുണ്ടോ? മടുപ്പായിക്കണോ? ആയിട്ടില്ല എന്നുള്ളവർക്ക് കൈവയ്ക്കും. കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ആയിട്ടില്ല എന്നുള്ളവർക്ക് കൈവയ്ക്കും നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. കുറച്ചുകൂടെ പറയാനുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കും നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോട് നിങ്ങളെ പ്രിയപ്പെട്ട ഉപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ട്, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടിയിട്ട് നിറഞ്ഞ മനസ്സോട് ഹദി. അതുപോലെ നമ്മുടെ പരിപാടിയിൽ ഈ 3 ദിവസം അൽഹംദുലില്ലാഹ് നിങ്ങൾക്കൊക്കെ ചുക്കാപ്പി തരുന്ന സഹോദരൻ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇതിന് പകരം അല്ലാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഹബീബിൻ്റെ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് അതുപോലെ നമുക്ക് വണ്ടി പാർക്കിന് സൗകര്യം ചെയ്ത് നമ്മുടെ രണ്ട് ക്ഷേത്ര സംഘാടകരാണ്. അൽഹംദുലില്ലാഹ്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ നാടിൻ്റെ അഭിമാനങ്ങൾ. അവരെ വല്ലാതെ ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ എല്ലാവിധമാക്കപ്പെട്ട മംഗളഭാവങ്ങളും അറിയിച്ചു കൊള്ളുകയാണ്. ബഹുമാനമുള്ള മുഅ്മിനുകളെ, പടച്ച റബ്ബ് നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഈ ദുആ നമ്മൾ പതിവാക്കുക. ബഹുമാനപ്പെട്ട മാലിക്കുൽ അശ്ജഈ റളിയല്ലാഹു അൻഹു, ഉറക്കപ്പറയി, ബഹുമാനപ്പെട്ട മാലിക്കുൽ അശ്ജഈ റളിയല്ലാഹു അൻഹു എവിടത്തേക്ക് പോകുന്നതെന്നറിയോ? ലോകത്തിൻ്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ ഹബീബിൻ സലാത്തിന് പാറ് കുറയല്ലേ, മുഹമ്മദ് മുസ്തഫ താഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ താഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ ത്വയ്ബ പാദീൻ ജീവേ തൗഹീദൊളി നീലാവേ അർശിനും കുർശിനും അധിപതിയുടയോന്റെ ഹസനത്ത് ഉലകത്തിൽ ഉറത്ത പൂവേ. ബഹുമാനപ്പെട്ട മാലിക്കുൽ അശ്ജഈ റഹിമഹുല്ലാഹ് ലോകത്തിന്റെ രാജകുമാരന്റെ മുമ്പിലേക്കൊന്ന് കടന്നു പോവുകയാണ്. ചെന്നുകൊണ്ട് വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, എനിക്കാകപ്പാടുള്ള ഒരേ ഒരു പൊന്നുമോനാണ് നബിയേ. എന്റെ പൊന്നുമകന്റെ പേര് ഔഫ് എന്നാണ് നബിയേ. എന്റെ പൊന്നുമകൻ ആളുകൾ വന്നുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്, ശത്രുക്കൾ വന്നുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. യാ റസൂലല്ലാഹ്, സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എന്റെ പൊന്നുമകൻ എനിക്ക് വേണം നബിയേ. എന്താ ചെയ്യുക റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ പെട്ടുപോയവര്, മനസ്സു നൊമ്പരത്തോടെ പരീക്ഷണത്തിന്റെ കൊടുവാൻ ചൂടിലേക്കൊന്ന് കടന്നു പോയവര്, ബഹുമാനപ്പെട്ട മാലിക്കുൽ അശ്ജഈ റഹിമഹുല്ലാഹ് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ, ശത്രുക്കളാ ചങ്ങല അഴിച്ചുവിടണോ? നിങ്ങൾ ചൊല്ലുക, നിങ്ങളുടെ ഭാര്യയെ കൊണ്ട് ചൊല്ലിപ്പിക്കുക. ചൊല്ലിക്കോ മാലിക്കുൽ അശ്ജഈ തങ്ങളെ, നിങ്ങളിത് ചൊല്ലിയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മകനോടും ചെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതാവർത്തിച്ചെന്ന് ചൊല്ലിപ്പോയാൽ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അവിടെ നിന്ന് മാലിക്കുൽ അശ്ജഈ റഹിമഹുല്ലാഹ് പറഞ്ഞു പോവുകയാണ്, അതേതാണ് തങ്ങളെ,
നമ്മളൊക്കെ എപ്പോഴും ചൊല്ലുന്ന ചെറിയൊരു ദിക്റാണ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രിയപ്പെട്ട ഭാര്യയുടെ ചാരത്തേക്ക് ഓടുകയാണ്. മാലിക്കുൽ അശ്അരി റഹിമഹുല്ല ചെന്നിട്ട് പറയാണ്, പെണ്ണേ, ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയ പ്രിയപ്പെട്ട പൊന്നുമക്കളുണ്ടല്ലോ, പൊന്നുമോനുണ്ടല്ലോ, ആ പൊന്നുമോനെ മടങ്ങി വരണോ, ഈ ദിക്റൊന്ന് ചൊല്ലണമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ട മകനോടും ചെന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അൽഹംദുലില്ലാഹ്. എവിടെന്നാ ഇത് കിട്ടിയതെന്നറിയോ? ഷമീർ ദാരിമിയുടെ അതരങ്ങളിലൂടെ കടന്നു വന്നതല്ലോ, ഇവിടെ കടന്നിരിക്കുന്ന മഹാപണ്ഡിതന്മാരുടെ അതരങ്ങളിലൂടെ കടന്നു വന്നതല്ലോ. ലോകത്തിന്റെ രാജകുമാരന്റെ റിസാലത്തിന്റെ പൊൻവരണ ചുണ്ടുകൊണ്ട് കടന്നു വന്നു പോയിട്ടുള്ള വാക്കാട് അത് ചൊല്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാ, പ്രിയപ്പെട്ട മകൻ അവിടെ നിന്ന് പിരിഞ്ഞു പോയ വേദനയോട് പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നിറഞ്ഞ മനസ്സോടെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവേ, പാതിരാത്രിയിൽ ആരോ കടന്നു വന്നുകൊണ്ട് സലാം പറയുകയാണ്. പ്രിയപ്പെട്ട ബാപ്പ ഓടി വന്നുകൊണ്ട് വാതിൽ തുറക്കുമ്പോഴോ പ്രിയപ്പെട്ട പൊന്നുമകനാണല്ലോ. അല്ലാ, എന്റെ പൊന്നുമകൻ ഇത്ര പെട്ടെന്ന് കടന്നു വന്നു. ശത്രുക്കൾ ചങ്ങലക്കിട്ട് വെച്ചിരുന്ന പൊന്നുമകനാണല്ലോ. ഉപ്പയോട് പറഞ്ഞു, ഉപ്പോ, ലോകത്തിന്റെ രാജകുമാരന്റെ റിസാലത്തിന്റെ പൊൻവരണ ചുണ്ടുകൊണ്ട് അവിടന്ന് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. അത് ഞാൻ അവിടന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോ ഒരാളും എന്റെ ചങ്ങല അടിച്ചതല്ല. കിതാബുകളിൽ കാണുന്നത് പല പല അഭിപ്രായങ്ങൾ ഉസ്താദുമാര് പറയുന്നുണ്ടാകാ, പല രേഖകളുണ്ടാകാ, അവിടന്ന് ചങ്ങല വലിച്ചു പൊട്ടിച്ചെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ കണ്ടുപോയത് കിതാബിൽ അവിടന്ന് കണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ ചങ്ങല താനെ അഴിഞ്ഞു മാറിയെന്നാണ്. അവിടന്ന് ചങ്ങല താനെ അഴിഞ്ഞു മാറിയെന്നാണ്. ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ, ഞാൻ അവിടന്ന് ചൊല്ലിയപ്പോ എന്റെ കാലിന്റെ ചങ്ങല അഴിഞ്ഞു മാറുകയാണ്. നോക്കുമ്പോഴോ കുറെ ഒട്ടകങ്ങൾ കൂടെയുണ്ട്. ശത്രുക്കളുടെ ഒട്ടകങ്ങളെ കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മാലിക്കുൽ അശ്അരി റഹിമഹുല്ല ഓടുകയാണ്. ഇവിടെ ലോകത്തിന്റെ രാജകുമാരന്റെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു പോവുകയാണ്. ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ മകന് കടന്നു വന്ന് നബിയേ, കടന്നു വന്ന് മാത്രമല്ല റസൂലല്ലാഹ്, ശത്രുക്കളുടെ ഒട്ടകങ്ങളെ കൂടെ പിടിച്ചുകൊണ്ട് വന്ന് നബിയേ, അതനുവദനീയമാണോ റസൂലല്ലാഹ്? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത്, അത് നമുക്ക് ഗനീമത്ത് സ്വത്തായി കൂട്ടാം. കാരണം എന്തെന്നറിയോ? അവർ നമ്മുടെ ശത്രുക്കളാ, നമ്മളെ പിടിച്ചുകൊണ്ട് ചങ്ങലക്കിട്ടവരാണ് എന്നവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്തിനാ ചൊല്ലാ നമുക്കൊരു മടി വരുന്നത്? ഏത് പ്രയാസങ്ങൾ വന്നാലും നമ്പരങ്ങൾ വന്നാലും പരീക്ഷണത്തിന്റെ തീജോളയിലേക്കൊന്ന് കടന്നു പോയാൽ പതരണ്ടോ, പൊട്ടിക്കരയണ്ട എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നിറഞ്ഞ മനസ്സോടെ മനസ്സുകൊണ്ട് ചൊല്ലുക. എത്ര കടങ്ങൾ കൊണ്ട് വലയുന്നവരാകട്ടെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ദുആ ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് പറയണമല്ലോ, ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹിയാണ്. ആ റസൂലുള്ളാഹിന്റെ പവർ കൊണ്ട് റബ്ബേ, ഇന്ന പ്രയാസമാണ്, ഇന്ന നൊമ്പരമാണ്, ഇന്ന കഷ്ടപ്പാടാണ്, ഇന്ന ദുഃഖമാണ്, അതിന് പരിഹാരം തരണ അല്ലോ. ഈ ഒരു പരീക്ഷണത്തിന്റെ കുടിയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു പോയാൽ വല്ലാഹി ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ കരുതി വെട്ടുമെന്ന് അവിടുന്ന് പരിഹാരം കാണുമെന്ന് പറഞ്ഞു പോയത് ഒരിക്കലും കളവ് പറയാത്ത റസൂലുള്ളാഹ്. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ
أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا ഏത് വല്ലാത്ത പ്രയാസം വരട്ടെ, ഏത് നൊമ്പരം വരട്ടെ, ഏതു കണ്ണുനീര് വരട്ടെ, ഏതു കഷ്ടപ്പാട് വരട്ടെ, ആ പ്രയാസത്തിന്റെ പിന്നിൽ അള്ളാഹു നിങ്ങൾക്കൊരു സാന്ത്വനത്തിന്റെ വാക്ക് പറയാനിരിക്കുകയാണ്. എന്നാലും പറഞ്ഞു പോകരുത്, അള്ളാഹു എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്, നിന്റെ പരീക്ഷണം വല്ലാത്ത പരീക്ഷണമാണ് എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ കളിയാക്കുന്ന ഒരു സ്വഭാവം വരാൻ പാടില്ലെന്ന് പറഞ്ഞു പോയി. ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ മണിമാരാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളോട് പഠിപ്പിച്ചിട്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇന്നു മുതൽ അധികവും നിങ്ങൾ ചെല്ലണ്ട, അധികം ചൊല്ലാനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് ചൊല്ലും പോലെ പറയാൻ ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ലാ ഹവല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ മുടങ്ങൂല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറാൻ നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടല്ലോ, അങ്ങനെ ഉള്ളവർ അവിടെ ഇരിക്കുന്നവർ മുഴുവനും അങ്ങനെ മാറണമെന്ന് ആഗ്രഹമുള്ളവർ ഇൻഷാ അല്ലാഹ് ഒന്ന് കൈവർത്തി നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അള്ളാഹു ഇത് ഓതാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. നിങ്ങൾ 1-2 മണിക്കൂർ ഇവിടെ ഇങ്ങനെ വന്നിരുന്നു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, ഞാനങ്ങ് പോയി, നിങ്ങളുടെ പോക്കിനും പോയി പറ്റൂല. ഈ നമ്മുടെ ജീവിതത്തിന് എന്നേക്കുമായിട്ടുള്ള ഒരു നല്ലൊരു മുതൽക്കൂട്ടാകണം പടച്ച റബ്ബേ. ഈ കൈ ഉയർത്തിയവർക്ക് മുഴുവനും നാളെ സ്വർഗീയ ലോകത്തിലേക്ക് ഇതുമായി കടന്നു വരാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലിയിട്ടുണ്ട്. എന്ന് ചൊല്ലിയിട്ട് അവിടെ നിന്ന് ബഹുമാനപ്പെട്ട സാദിഖുൽ ബഅദിയ എന്ന് പറയുന്നൊരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയുടെ 7 അള്ളാഹു കൊടുത്ത 7 പരീക്ഷണങ്ങൾക്കും പരിഹാരം കണ്ടത് ഈ ഉള്ള ഒറ്റ ദുആയിലൂടെയാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അള്ളാഹു തആല ഇവിടെ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും പരീക്ഷണങ്ങൾ, വല്ലാത്ത നൊമ്പരങ്ങൾ, രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ടെങ്കിൽ പടച്ച റബ്ബി സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട്, ലാ ഹൗലയുടെ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബി എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല മാറ്റി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അപ്പോൾ അള്ളാഹു മക്കൾക്ക് രോഗം തന്നിട്ട് പരീക്ഷിക്കും. അപ്പോഴൊക്കെ പരിഹാരം നമുക്ക് ഈ ഒരൊറ്റ ദുആയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. മക്കളുടെ ഉദരത്തിലേക്ക് ഹറാമിയത്തിൻ്റെ മുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷണങ്ങൾ പടച്ച റബ്ബ് മാറ്റണോ, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണമെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അള്ളാഹിലേക്ക് കരഞ്ഞാൽ മതി, അത് മതി. ഇനി പറയാൻ അള്ളാഹു നിങ്ങളെ വേറൊരു പരീക്ഷണം പരീക്ഷിക്കും. അവിടെ നിന്ന് ഈ 2 ചെറുപ്പക്കാർ ചോദിച്ചു, അല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, അപ്പം മക്കളെ കൊണ്ട് മാത്രമല്ലല്ലേ, പിന്നെ ചോദിച്ചാരാണ്? അത് നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ബാപ്പയുമാണ്. അവരെ വയസ്സായി നിങ്ങളുടെ മുമ്പിലേക്ക് അള്ളാഹു തആല എത്തിച്ചു തരും. അത് ഏറ്റവും വലിയ പരീക്ഷണമാണ്. പടച്ച റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി, എത്ര നിസ്കരിച്ചാലും, എത്ര നോമ്പെടുത്താലും, എത്ര സ്വതക കൊടുത്താലും, എത്ര സക്കാത്ത് കൊടുത്താലും അവരുടെ പൊരുത്തല്ലേ അള്ളാഹ്ക്ക് വേണ്ടെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. വെറുതെ പറയല്ല കേട്ടോ, അത് വെറുതെ പറയല്ല, മനസ്സിരുത്തിയെന്ന് കേട്ടോളൂ നിങ്ങൾ. അതൊരു പരീക്ഷണം തന്നെ. മാതാവും പിതാവും നമ്മളെ ചെറുപ്പകാലത്ത് നോക്കി നമ്മളവരെ നോക്കുന്നുണ്ടെന്ന് പടച്ചോൻ്റെ പരീക്ഷണം. അള്ളാഹു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല മൂസ നബിയെ, നിങ്ങൾ, അതായത് ഏതൊരു മകൻ അവൻ്റെ ബാപ്പയോട് അവൻ്റെ ഉമ്മയോട് എങ്ങനെ പെരുമാറുന്നോ, എങ്ങനെ അവരെ നോക്കുന്നോ, എങ്ങനെ അവർക്ക് വെള്ളം കൊടുക്കുന്നോ, അങ്ങനത്തെ ഒരു മകനെ ഞാൻ അവർക്ക് കൊടുക്കും. ഇനി അവൻ്റെ ബാപ്പയെ ചീത്ത വിളിച്ചാൽ, അവൻ്റെ ഉമ്മയെ ചീത്ത വിളിച്ചാൽ, അവരോട് സ്നേഹമില്ലാണ്ടായാൽ അങ്ങനത്തെ ഒരു മകനെ ഞാൻ അവനിക്ക് കൊടുക്കും നബിയെ എന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇല്ലേ, പറയല്ലേ, എത്ര അത് ഉമ്മയും ബാപ്പയും വീട്ടിലുണ്ടോ സ്വർഗം? വല്ലാത്തൊരു സന്തോഷമാണല്ലോ. ആ ഒരു സന്തോഷം ഒരു പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. നിന്റെ വീട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാക്കൊരു പക്ഷേ കാല് തളർന്നിട്ടുണ്ടാകാ, കൈ തളർന്നിട്ടുണ്ടാകാ, അവര് കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നുണ്ടാകാ. എന്നാലും വല്ലാഹി ഒരക്ഷരം മിണ്ടല്ലേ,
അത് മിണ്ടിയാൽ നമ്മുടെ കഥ വല്ലാത്ത കഥയാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം ഒന്ന് കടന്നു വരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതാ ഇവിടെ നമ്മൾ പരിപാടി ആരംഭിച്ചിട്ട് 1:20 മണിക്കൂർ കഴിഞ്ഞു. തുച്ഛമായ മിനിറ്റുകളെ നമ്മുടെ മുമ്പിലുള്ളൂ. ഇരുത്തി ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ തയ്യാറുമല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കെടുത്ത് വെച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, നിസ്കാരം സ്വീകരിക്കണോ, നോമ്പ് സ്വീകരിക്കണോ, സക്കാത്ത് സ്വീകരിക്കണോ, സ്വതക്ക സ്വീകരിക്കണോ, അവരുടെ പൊരുത്തം വേണമെന്നാണ്. എന്തിനാണ് ഒരു സ്വഹാബി റസൂലുള്ളാഹിന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വരികയാ, വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് സല്ലൈതു സ്വലവാത്തൽ ഖംസ് വഅദ്ദൈതു സക്കാത്ത് വസുംതു റമളാന വഖുംതു ലയാലിയ മമ്മാ തഅല ഹദാ യാ റസൂലല്ലാഹ്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്കൊന്ന് കടന്നു വരികയോ. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരൊന്ന് മനസ്സ് കൊടുക്കുക, ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരൊന്ന് മനസ്സ് കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്തഫ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് സല്ലൈതു സ്വലവാത്തൽ ഖംസ്, ഒരു വഖത്തും ഞാൻ മുടക്കിയിട്ടില്ല. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഇശാ നിസ്കരിച്ചവരെ, മഗ്രിബ് നിസ്കരിച്ചവരെ, സുബ്ഹ് നിസ്കരിച്ചവരെ, ഈ സ്വഹാബി അവിടെന്ന് പറയാണ്, റസൂലല്ലാഹ് ഒരു വഖത്തും ഞാൻ മുടക്കിയിട്ടില്ല. നല്ലതുപോലെ കടന്നു പോവുകയാണ്. വഅദ്ദൈതു സക്കാത്ത്, എന്റെ സ്വത്തിന്റെ സക്കാത്ത് ഞാൻ കൊടുത്തു വീട്ടുന്നുണ്ട് നബിയേ. വസുംതു റമളാന, പടച്ചവന്റെ പരിശുദ്ധமான റമളാൻ എന്ന് കടന്നു വന്നാൽ നല്ലതുപോലെ നല്ലതുപോലെ നോമ്പ് നോറ്റി വീട്ടാറുണ്ടല്ലോ. അങ്ങനെ സന്തോഷത്തോടെ കടന്നു പോകുന്നുണ്ട് നബിയേ. അതും കഴിഞ്ഞിട്ടില്ല. വഖുംതു ലയാലിയ, പാതിരാത്രിയായാലും നോമ്പ് നോറ്റ ക്ഷീണമൊന്ന് മാറണ്ട. പടച്ചവന്റെ പള്ളിയിലേക്ക് ഞാനന്ന് ഓടിപ്പോവുകയാ. അവിടെ ചെന്നുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ, അല്ലാഹുവേ, നിറഞ്ഞ മനസ്സോടെ ഞാനന്ന് നോമ്പ് നോറ്റുകൊണ്ട് നിസ്കരിക്കുകയാണ്. അങ്ങനെല്ലാം കഴിയുന്നുണ്ട്. പിന്നെയോ വഖുംതു ലയാലിയ, നിസ്കരിക്കുന്നുണ്ട്. രാത്രി ഞാൻ അവിടെ ഇത്തികാഫിരിക്കുന്നുണ്ട്. ഇങ്ങനൊക്കെ ചെയ്തുകൊണ്ട് ദുനിയാവിന്റെ പുറത്തൊന്ന് ഞാൻ മരിച്ചു പോയാലോ? കാത് തുറന്നെന്ന് കേൾക്കണം എന്റെ ചെറുപ്പക്കാരാ. പരിശുദ്ധமான റമളാൻ എന്ന് കടന്നു വരുമ്പോ വാട്സപ്പ് ഓഫാക്കി, ഫേസ്ബുക്ക് ഓഫാക്കിയിട്ട് പടച്ചവന്റെ പള്ളിയിലേക്ക് ഓടി വന്നുകൊണ്ട് ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരാ. ഇവിടെ ഏതോ പറയുന്നു, നബിയെ ഒരു വഖത്ത് മുടക്കൂല്ല, ഒരു നോമ്പ് മുടക്കൂല്ല, ഒരു സക്കാത്ത് മുടക്കൂല്ല. ഇങ്ങനെ മരിച്ചാൽ എന്റെ വാസസ്ഥലം എവിടെയാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമർ കിടക്കുന്ന, അബൂബക്കർ കിടക്കുന്ന, ഉസ്മാൻ കിടക്കുന്ന സ്വർഗീയ ലോകമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ പനിനീരിലാണ് എന്നവിടെന്ന് പറയുമ്പോഴീ സ്വഹാബി ചിരിച്ചു പോവുകയാ. ഉടൻ തന്നെ റസൂലുള്ള പറയുന്നു, ഓ പ്രിയപ്പെട്ട സ്വഹാബാ, ദുനിയാവിന്റെ ഈ പുറത്തുകൂടെ കടന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വർഷത്തിന്റെ കഥ ഇവിടെ പറയുന്നില്ല എന്റെ ചെറുപ്പക്കാരോ, ഒരു മാസത്തിന്റെ കഥ ഇവിടെ പറയുന്നില്ല ചെറുപ്പക്കാരാ, ഒരു മണിക്കൂറിന്റെ കഥ ഇവിടെ പറയുന്നില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഒരൊറ്റ സെക്കൻഡിന്റെ കഥ പറയാ. ഏതെങ്കിലും ഒരു സെക്കൻഡിൽ പ്രിയപ്പെട്ട ഉമ്മയെയോ പ്രിയപ്പെട്ട ബാപ്പയെയോ നീ എന്തെങ്കിലും എന്ന് പറഞ്ഞു പോയോ? നിന്റെ നോമ്പ് പടച്ചവനിക്ക് വേണ്ട, നിന്റെ നിസ്കാരം പടച്ചവനിക്ക് വേണ്ട, നിന്റെ സ്വതക്ക പടച്ചവനിക്ക് വേണ്ട. അല്ലാഹുവേ, ഈ പരിശുദ്ധമാക്കപ്പെട്ട പ്രഭാഷണത്തിന്റെ സദസ്സിൽ പോലും പ്രിയപ്പെട്ട മക്കള് ബാപ്പയോട് ഉമ്മയോട് കാണിക്കുന്ന വേദന ഓർത്തിട്ട് നൊമ്പരമോർത്തിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട ഉപ്പമാരുണ്ടാകാം, ഒരുപാട് പ്രിയപ്പെട്ട ഉമ്മമാരുണ്ടാകാം. അതുകൊണ്ട് നിർത്താറായ എന്റെ ചെറുപ്പക്കാരോ, അവരോട് ചെന്നുകൊണ്ട് വാവിട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് അവരുടെ കാൽക്കൽ വീണുകൊണ്ട് പൊരുത്തം ചോദിച്ചു. ഇല്ലെങ്കിൽ കഴിഞ്ഞു പൊന്നുമോനെ, പടച്ചവന്റെ സ്വർഗം കണി കാണാൻ ആഗ്രഹിക്കണ്ട.
ഇത്രയും നിസ്കരിച്ച് നോമ്പെടുത്തും കാര്യമില്ല. അവരുടെ അല്ലാഹ് പറയാൻ പടച്ചോനെ പറഞ്ഞ അല്ലാഹുവിൻ്റെ ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു ഉമ്മ സന്തോഷിക്കണം, ഒരു ബാപ്പ സന്തോഷിക്കണം. വീട്ടിൽ പോകുമ്പോൾ എൻ്റെ മകൻ വന്നിട്ട് പൊരുത്തം ചോദിച്ചു, എന്നാൽ നമ്മുടെ വാദ അൽഹംദുലില്ലാഹ് സ്വീകരിച്ചു ഇല്ലേ? മുസ്തഫായ നബി സ്വല്ലല്ലാഹു അലൈഹി ഉറക്കെ ചൊല്ലിക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിളല്ലാഹ് ഫീ റിളൽ വാലിദൈൻ, അള്ളാഹുവിൻ്റെ പൊരുത്തം മാതാവിൻ്റെ പിതാവിൻ്റെ പൊരുത്തത്തിലാണ്. സുഖ്തല്ലാഹ്, അള്ളാഹുവിൻ്റെ കോപമോ ഫീ സുഖ്തിൽ വാലിദൈൻ, അതോ മാതാവിൻ്റെ പിതാവിൻ്റെ കോപത്തിലാണ് എന്ന് പഠിപ്പിച്ചത് ലോകത്തിൻ്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ അല്ലേ? വയസ്സായ ഉമ്മയും ബാപ്പയും നമ്മുടെ മുമ്പിലുണ്ടോ? അത് പരീക്ഷണാണ്. നിങ്ങളല്ല പരീക്ഷിക്കണം അവരെങ്ങനെ ചെയ്യുന്നത്. കാരണം അതറിഞ്ഞിട്ട് വേണം അള്ളാഹു നിങ്ങൾ വയസ്സാകുമ്പോൾ അതിൻ്റെ ഇരട്ടി പരീക്ഷണം നിങ്ങൾക്ക് തരാൻ. പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇല്ലേ, കുടുങ്ങൂലേ? ഖുർആൻ തന്നെ അതല്ലേ പറഞ്ഞേ, വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. പടച്ചവന്റെ ഖുർആൻ പറയുകയാണ്, വാപ്പയും ഉമ്മയും വയസ്സായി നിന്റെ ചാരത്തേക്ക് വരികയാ. ഒന്നുകിൽ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ. ഫലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലാ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. പടച്ചോന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞാൽ അവർ വയസ്സായിട്ട് ഉമ്മയോ ബാപ്പയോ അല്ലെങ്കിൽ അവർ രണ്ടിൽ ഒരാളോ നിന്റെ ചാരത്തെത്തിയാൽ മോനെ അവർ പലതും കാണിച്ചേക്കാം, പലതും നിന്നെ ചീത്ത വിളിച്ചേക്കാം, നിന്നെ കളിയാക്കിയേക്കാം. ഏയ് ഒന്നും മിണ്ടിയേക്കല്ലേ. ഖുർആൻ പറയാ ഒന്നും മിണ്ടല്ലേ. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ഖുർആൻ പറയാൻ അള്ളാഹിനെ ആരാധിക്കണം, അള്ളാഹിനെ സൂക്ഷിക്കണമെന്ന് അവിടുന്ന് അള്ളാഹിൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ട് ഏറ്റവും വലിയ ജഡ്ജി അല്ലല്ലേ? ആ റബ്ബ് പറഞ്ഞിട്ട് പറയാൻ, മാതാപിതാക്കൾക്ക് വേണ്ടി സേവനം ചെയ്യണം, നന്മ ചെയ്യണമെന്ന്, എങ്കിലേ ഇബാദത്ത് സ്വീകരിക്കൂന്ന് ഖുർആൻ പറയാൻ. പടച്ച റബ്ബ് നമ്മുടെ എല്ലാ ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. അറക്കൊന്ന് പറഞ്ഞോളൂ ഇപ്പമാരെ, ഈ സദസ്സ് അതിന് പറ്റിയ സദസ്സാണ്. അള്ളാഹുവെ അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തണേ പടച്ചോനെ, ഇല്ലെങ്കിൽ കുടുങ്ങിയില്ലേ. എത്ര ആളുകളാ, എത്ര ഉമ്മമാരെ കരയണത്, എത്ര ബാപ്പമാരാ മക്കളുടെ പീഡനം ഓർത്തുകൊണ്ട് വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോകുന്നത് ഇല്ലേ? ഒരു ഉമ്മയും ബാപ്പയും തന്ന സ്നേഹത്തിന് പകരം കൊടുക്കാൻ വല്ലോ നമ്മുടെ കയ്യിലുണ്ടല്ല. മനസ്സ് പോവാടി ഉള്ളിൽ നിറയുന്ന മാണിക്കച്ചപ്പല്ലോ സ്നേഹത്തിന് എന്നുമ്മ സൗഭാഗ്യ പൂമുഖം കണ്ടാലെന്നുള്ളത്തിൽ സന്തോഷ പൂമാല എന്നെ മൂടുന്നല്ലോ. അമ്മിഞ്ഞ പാൽ തന്ന് അക്ഷരമതു തന്ന് ഉറുമ്പരിക്കാതെന്നെ പോറ്റിയ പൊന്നുമ്മ ഉമ്മാൻ്റെ ചോട്ടില സ്വർഗമാതെന്നതാ മുസ്തഫ തങ്ങളും നന്നായി പറഞ്ഞതാ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട പൊന്നുമകനെ വിളിക്കുകയാണ്, പ്രിയപ്പെട്ട പൊന്നുമകനേ
ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നിന്റെ സ്വർഗമൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ആ സമയത്ത് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ പറയുകയാണ്, ഉപ്പാ ഞാൻ കൊണ്ടുവരാൻ തയ്യാറാണ്. കൊണ്ടുവരൂല എന്നല്ല പറഞ്ഞത്, ഉപ്പാ ഞാൻ കൊണ്ടുവരാൻ തയ്യാറാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സന്തോഷത്തോടെ ഓടുകയാണ്. എവിടേക്കാ ഓടിയതെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അടുക്കളയിലാണ്. ആ ഉമ്മയുടെ ചാരത്തേക്കൊന്ന് ചെന്നിട്ട് പറയുന്നു, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ കാൽപാദം എനിക്കൊന്ന് പൊക്കിത്തരുവോ എന്ന് ചോദിക്കുമ്പോൾ മകനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ കാൽപാദം ഒന്ന് പൊക്കിക്കൊടുക്കുമ്പോ ഒരു തുണി വിരിച്ചിട്ട് ആ തുണിയിൽ നിന്ന് മകൻ ഇങ്ങനെ ഉമ്മാന്റെ കാൽപാദത്തിൽ പറ്റിയിരുന്ന പൊടി മണ്ണവിടന്ന് കുടഞ്ഞെടുക്കുകയാണ്. അതാ കൊണ്ടുപോകുന്നത് എവിടെ? പ്രിയപ്പെട്ട ഉപ്പയുടെ ചാരത്തേക്കാട് ചെന്നുകൊണ്ട് ഉപ്പാന്റെ കയ്യിൽ കൊടുക്കുമ്പോ അല്ലാ അല്ലാ ഉപ്പ അവിടന്നതാ സന്തോഷത്തോടു കൂടിയിട്ട് പൊതിയുന്ന തുറക്കുമ്പോ, മോനെ ഇത് പച്ച മണ്ണാണല്ലോ, ഈ മണ്ണെങ്ങനാ നിന്റെ സ്വർഗമാകുന്നു എന്ന് ചോദിക്കുമ്പോ ബുദ്ധിയുള്ള പ്രിയപ്പെട്ട പൊന്നുമകൻ പറഞ്ഞു കൊടുക്കുന്നു, ഉപ്പ അതാ തുറാബും തുറാബിൽ ജന്ന